കണ്ടല്ലോ, ഒന്ന് റൈറ്റിലോട്ട് തിരിച്ച്. ഇങ്ങനെ ചെയ്യാനല്ല ഞാൻ പറഞ്ഞ, ബലം കുറയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ ചെയ്തതാ. വണ്ടി തിരിക്കാൻ പറ്റുമല്ലോ ഇങ്ങനെ, ശക്തിയുടെ ആവശ്യമില്ലെന്ന് മനസ്സിലായല്ലോ. നമുക്കൊന്ന് പോവാം. ഹാഫ് ക്ലച്ച് ആക്ക് മതി. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യും. ഹാഫ് ക്ലച്ച് ആക്കാം ആദ്യം. ആയി. ഇനി ക്ലച്ച് അനങ്ങരുത്, ബ്രേക്ക് റിലീസ് ചെയ്യും. എപ്പോൾ വണ്ടി നീങ്ങുന്നു അത്ര റിലീസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് കാലം അവിടെ തന്നെ കീപ്പ് ചെയ്തോ. ക്ലച്ച് ഒരു ഇത്തിരി കൂടെ ഫ്രീ ആക്കി കൊടുക്കും. വണ്ടിക്കൊരു വേഗത കിട്ടിയില്ലേ? ഇവിടെ നോക്കി ഈ ബൈക്കിന് നേർക്കാണ് പോകുന്നത്. ചുമ്മാ തിരിച്ചുകൊണ്ടിരിക്കരുത്, കുറച്ച് തിരിക്കുമ്പോൾ നോക്കണം വണ്ടി മാറുന്നുണ്ടോ. നമുക്ക് എങ്ങോട്ടാണ് ഈ വണ്ടിയെ കൊണ്ടുവരേണ്ടത്, അങ്ങോട്ടേക്ക് സ്വയം ബ്രേക്കിലാ ചവിട്ടുന്നത്. ഇപ്പം എന്തോ ആലോചിച്ചിരിക്കുക അല്ലേ മതിയെ. അവരെ നോക്കാതെ ഈ സൈഡ് നോക്കും. നമുക്ക് ഇത്ര സ്ഥലമേ ഉള്ളൂ. ഇനി അയാൾ എങ്ങനെ വന്നാലും നമുക്ക് മാറി കൊടുക്കാൻ വേറെ സ്ഥലമില്ല. ഇനിയും ടെൻഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ വണ്ടി അവിടെ നിർത്തിയേക്കണം. ഓക്കെ, ക്ലച്ച് ഫ്രീ ആക്കി കൊടുക്കും മാഡം. ഈ കാറിൽ തട്ടാത്തൊരു അകലമെടുത്ത് പതിയെ ടേൺ ചെയ്ത് പോവാം. വലത്തോട്ട് നോക്കരുതേ കേട്ടാ. ഇത്രയും തിരിഞ്ഞാൽ പോരെ കാറെ തട്ടായിരിക്കാൻ. കേട്ടോ, അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്തോ. റോഡ് നിവർന്നിട്ടില്ല. ഇപ്പൊ റോഡ് നേരെ ആയില്ലേ, മുഴുവൻ നേരെ ആക്കരുത്. അപ്പം റോഡ് നിവരുന്ന അനുസരിച്ച് നമ്മുടെ വണ്ടി ചെല്ലുന്നത് പോലെ നിവർത്തി വന്നാൽ മതി. ഫ്രീ ആക്കി കൊടുക്കും ക്ലച്ച്. ഓക്കെ, ലൈറ്റ് ആയിട്ടൊന്ന് ആക്സിലേറ്റർ പോയിട്ട് ഒരു പൊടിക്ക്. സാറേ ഇവിടുന്ന് എങ്ങോട്ട് പോകുന്ന? നമുക്ക് ഒരു പണിയാ, നേരെ അതിലേക്കൂടെ പോയിട്ട് വന്ന വഴിയേക്കൂടെ പോയിട്ടെ താഴത്തെ വഴിയേക്കൂടെ തിരിച്ചും കയറി വരാം. ഇപ്പൊ പോയ വഴി തിരിഞ്ഞു വരാം. ഇപ്പൊ ഈ വഴി നേരെ അങ്ങ് പോയിട്ട് നിങ്ങൾ ആ ഫുഡൊക്കെ കഴിച്ച് അതിലേക്കൂടെ ഇങ്ങനെ പോയിട്ട് മനസ്സിലായി ആ വഴിയേക്കൂടെ തിരിച്ചിങ്ങി വരാം. കാല് അവിടെ വരണം. മുന്നിൽ റോഡിന്റെ കണ്ടീഷൻ എന്താ? ഇറക്കമാണ്. കാല് ബ്രേക്കിൽ തന്നെ കീപ്പ് ചെയ്തോ. വണ്ടി സൈഡിൽ നിന്ന് മാറാത്ത രീതി കൊണ്ടുപോയിക്കോ. നാലും കൂടി ഒരു ജംഗ്ഷനാണ്. അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഹോൺ അടിക്കണം. നമ്മുടെ വണ്ടി വരുന്നുണ്ടെന്ന് അറിയിക്കണം. അവിടുന്ന് ഒരു കൗണ്ടർ ഹോൺ അടി കേട്ടാൽ നമ്മുടെ വണ്ടിയുടെ വേഗത കുറയ്ക്കണം. ഒന്നുകൂടെ ഹോൺ അടിക്കും. തിരിച്ചൊന്നും കേട്ടിട്ടില്ല, അപ്പൊ പോവാല്ലോ. ഇവിടെ സൈഡിൽ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകും. നമ്മുടെ സൈഡിലാണോ നോക്കിക്കേ. ക്ലച്ച് ഔട്ട് മാഡം മുഴുവൻ. രണ്ടാമത്തെ ഗിയറിലോട്ട് ആക്കിക്കേ. രണ്ടിലാക്ക്. ബ്രേക്കിലൊന്ന് സ്ലോ ചെയ്യും. ഇറക്ക ബലം പിടിക്കാതെ ബ്രേക്കിൽ സ്ലോ ആയിട്ടില്ല. അങ്ങനെ ക്ലച്ചും വേണം ബ്രേക്കും വേണം. സ്ലോ ചെയ്ത് സമയമെടുത്ത് നോക്കി തിരിഞ്ഞു പോകാം. ഇങ്ങോട്ട് റോഡ് വന്നില്ല. അതുപോലെ ലെവലിൽ വീണ്ടും നമ്മുടെ സൈഡ് നോക്കും. മതി. ചുമ്മാ അങ്ങനെ ചെയ്യാതെ തിരിഞ്ഞു വരാതെ ലെവൽ ചെയ്യാനും വേണ്ടിയിട്ട് ഒരിക്കലും വണ്ടി എടുത്ത് തിരിക്കരുത്. ഓക്കെ ആണോ? ലെവൽ ചെയ്യാൻ വേണ്ടി സ്റ്റിയറിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുള്ളൂ. ഇപ്പോഴും മാഡം വിരൽ വെച്ച് ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുക സ്റ്റിയറിംഗ്. അങ്ങനെ പതിയെ ടേൺ ചെയ്തു പോവാം. കുറച്ചായിട്ട് റോഡ് നോക്കി ടേൺ ചെയ്യും. ടേൺ ആയാ ഇല്ല. അങ്ങനെ ടേൺ ആയി തോന്നുമ്പോൾ സ്ട്രൈറ്റ് ചെയ്ത് പോവാം. വന്നില്ല. അങ്ങനെ മതി. വീണ്ടും വേഗത കുറയ്ക്ക്. വണ്ടി അങ്ങോട്ടാ പോവാൻ പോകുന്നതെന്ന് നോക്ക്. അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സമയത്തുണ്ടല്ലോ മൈൻഡ് ഔട്ടായി പോണം. അത് നേരത്തെ തല കയറ്റി വെക്കുന്നതുകൊണ്ടാണ്. വണ്ടി ചെല്ലുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആ റോഡിൽ എന്ത് ചെയ്യണം. ബ്രേക്ക് എപ്പോൾ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടി വന്നാലും കൂടെ ക്ലച്ച് സപ്പോർട്ട് ചെയ്തോണം കേട്ടാ. ടേണിങ് ഉണ്ടല്ലോ, ഇവിടുന്ന് പ്ലാൻ ചെയ്യരുത്. ഈ വണ്ടി അവിടെ ചെല്ലുമ്പോഴേ അറിയാവുള്ളൂ എങ്ങനെ തിരിക്കേണ്ടി വരുമെന്ന്. ഇവിടുന്ന് പ്ലാൻ ചെയ്യുന്നതുകൊണ്ടാണ് മേഡം കൂടുതൽ എടുത്ത് വെച്ച് തിരിക്കുന്നത്. വണ്ടി അവിടെ ചെല്ലുമ്പോൾ ഏത് സ്ഥലത്താണോ നിൽക്കുന്നത് അതിനനുസരിച്ച് കീപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി സൈഡിലേക്ക്. ഇപ്പൊ കയ്യിൽ കിട്ടിയാണ്ട എന്റെ സഹായം വരാൻ ഞാണ്ട. അതുപോലെ സ്ട്രെയിറ്റും ചെയ്യുമ്പോഴും അത് തന്നെ. ഓക്കെ, അടുത്ത ടേണിങ് ഉണ്ടല്ലോ, ഈ വണ്ടി അവിടെ ചെല്ലുന്നവരെ സമയമുണ്ട്. ചെല്ലുന്ന അനുസരിച്ച് എങ്ങോട്ടാണോ നമുക്ക് മാറേണ്ട അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുള്ളൂ. എടുത്ത് തിരിക്കരുത്. ഒരിക്കലും അഡ്വാൻസ് തിരിക്കരുത്. തിരിച്ചാൽ ഇവിടെ കിടക്കും നമ്മൾ രണ്ടുപേരും കൂടെ. 2 പേരല്ല 4 പേരും കൂടെ. സ്ട്രെയിറ്റ് ചെയ്യുക. അതുപോലെ കണ്ടല്ലോ, അടുത്ത ടേണിങ് കണ്ടല്ലോ. ഇവിടുന്ന് പ്ലാൻ ചെയ്യരുത്. വണ്ടി അവിടെ ചെല്ലുന്നത് പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ബ്രേക്ക് വേണം. കയറ്റം കയറാൻ പോവുക. ആക്സിലേറ്ററും ചവിട്ടി താത്തരുത്. മാഡത്തിന് സ്വന്തമായിട്ട് തോന്നണം ഈ വണ്ടി കൊണ്ടുപോകുന്നുണ്ടെന്ന്. കയറുന്നില്ല എന്ന് തോന്നിയാൽ വീണ്ടും വേഗത കൊടുക്കണം. ഇല്ല അങ്ങനെ പോരാ.
പോരാ. ക്ലച്ച് 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 ചവിട്ട്, ക്ലച്ച് ചവിട്ട്, ക്ലച്ച് ചവിട്ട്, ബ്രേക്കും ചവിട്ട്, മുഴുവൻ ചവിട്ടി പിടി. ഓക്കെ, മുന്നിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂട്രലാക്കണം സമാധാനമായിട്ട്. ഫസ്റ്റ് ഗിയർ ഇട്, ഫസ്റ്റ് ഗിയർ ഇട്. ആദ്യമേ വിറപ്പിക്ക് ഹാഫ് ക്ലച്ചിൽ മതി. ഓക്കെ, ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്യുന്നു. പോരാ, ഒരിത്തിരി കൂടെ. ക്ലച്ച് ക്ലച്ച് ക്ലച്ചിൽ മതി. ക്ലച്ച് ചവിട്ട്, ബ്രേക്കും ചവിട്ട്, ഹാഫ് ക്ലച്ച് ആക്കാം. മതി. ഇനി കാല് പൊങ്ങരുതേ. ആ വിറവിൽ ഒരിത്തിരി കൂടെ കൂട്ടിക്ക് ക്ലച്ചിൽ. മതി. ഒന്ന് ഹോൾഡ് ചെയ്യും, വിടരുതേ. ഇത്തിരി കൂടെ മതി, വിടരുതേ. ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് നോക്കിയാൽ വണ്ടി നിൽക്കുന്നില്ല. ഒരിത്തിരി കൂടെ ക്ലച്ച് മതി, വിടരുത്. ഇനി ഒരു സ്വല്പം കൂടെ ക്ലച്ച്, ഒരു വിറവൽ ഇത്തിരി കൂടെ മതി 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 മതി. ഇപ്പൊ നല്ല വിറയ്ക്കുന്നുണ്ടോ? ഉറപ്പാണോ? ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് നോക്കിയാൽ ധൈര്യമായിട്ട് ലൂസ് ചെയ്യും. ആക്സിലേറ്ററിലേക്ക് പോരാ, ബ്രേക്ക് ഔട്ട്, ബ്രേക്ക് ബ്രേക്ക് ക്ലച്ച് വീണ്ടും ഇത്തിരി കൂടെ മതി. കാല് പൊങ്ങരുത്. ഇനി വീണ്ടും ക്ലച്ച് ഔട്ട്. സ്റ്റാർട്ട് ചെയ്യും. ഹാഫ് ക്ലച്ച് ആക്കാം. മതി. ആ വിറവൽ കുറച്ച് ശക്തിയായിട്ട് കാലിൽ ഫീൽ ചെയ്യട്ടെ. മതി. ഓക്കെ, ഇനി താഴരുത്. താന്നു പോയാൽ വണ്ടി നിൽക്കില്ല. ഒരു സ്വല്പം കൂടെ ക്ലച്ച് ലൂസ് ചെയ്യാം, ഒരു പൊട്ടിക്ക്. മതി, ഒരു സ്വല്പം കൂടെ. അങ്ങനെ നിന്നോട്ടെ, അങ്ങനെ നിന്നോട്ടെ. അങ്ങനെ പൊങ്ങരുത്, താഴ്ത്തുകയും ചെയ്യരുത്. ആ വിറവൽ അങ്ങനെ നിന്നോട്ടെ. വണ്ടി ഓഫാകുന്നത് ഓഫാകട്ടെ. ഒരു സ്വല്പം കൂടെ മതി. ഇനി പൊങ്ങരുത്. ക്ലച്ച് ഒരു സ്വല്പം കൂടെ ഒന്ന് റിലീസ് ചെയ്യാം, ഒരു പൊട്ടിക്ക്. ക്ലച്ച് മതി മതി. ഓക്കെ, ഇനി ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്തേ. ലൂസ് ചെയ്താ വണ്ടി മുന്നോട്ട് ആഞ്ഞു നിൽക്കുന്നത് കണ്ടാ പോകാനായിട്ട്. ആക്സിലേറ്റർ സപ്പോർട്ട് കൊടുക്കും. ക്ലച്ചിന് താഴരുത്, അത്രയും വേണ്ട. അങ്ങനെ ക്ലച്ച് വിടരുത്, താഴുകയും ചെയ്യരുത്. കയറുന്നുണ്ടല്ലോ, ക്ലച്ച് അനങ്ങിയ ഈ വണ്ടി നിന്നു പോകും. ഓക്കെ ആണോ? ഇനി കയറണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഒരു ഇത്തിരി ലൂസ് ചെയ്ത് ഒരു പൊടിക്കൂടെ. അങ്ങനെ കണ്ട, വണ്ടി ഒന്ന് മൂവ് ആയാലേ നമുക്ക് അതിനെ ലൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കി, ആ വണ്ടിക്ക് വേണ്ട സ്ഥലം ഇവിടെ നിന്ന് കീപ്പ് ചെയ്തോണ്ടിരിക്കും. ഒരുപാട് വൈഡ് ചെയ്യരുത്. അത്രയും വേണമായിരുന്നോ? അപ്പൊ വേഗത കുറച്ചിട്ട് സമാധാനമായിട്ട്. ഇത്രയും വേണോ? പിന്നെ ആള് പോയാ തിരിച്ചോണ്ടിരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചായിട്ട് അതിനെ ലെവൽ ചെയ്ത് കൊടുക്ക്. വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്ക്. ഒന്ന് തുടങ്ങുമ്പോൾ ലെവൽ ചെയ്ത് കൊടുക്ക്. പോരാ, വന്നില്ല, ആള് പോയി, ഔട്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചോണ്ടിരിക്കരുത്. ഇപ്പൊ ഇത് നോക്കിയാ, ഈ വണ്ടി ഇങ്ങോട്ട് പോകുന്നു. കുറച്ചിങ്ങോട്ട് തിരിച്ചേ, കുറച്ചുകൂടെ മതി. വണ്ടി വരുന്നുണ്ടല്ലോ. ഇനി ലെവൽ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. കണ്ടാ, എങ്കിലേ കൈ കിട്ടുള്ളൂ. മാഡം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് തിരിച്ചിട്ട് വീണ്ടും അങ്ങോട്ട് തിരിക്കുക. അത്രയും തന്നെ. അങ്ങനെ ഏതാ വണ്ടി ഇങ്ങനെ പാമ്പ് ഇടയുന്ന പോലെ ഇറക്കമാണെന്ന് കണ്ടല്ലോ. ബ്രേക്കിൽ സപ്പോർട്ട് വരട്ടെ. വണ്ടി ഫസ്റ്റ് ഗിയറിലായതുകൊണ്ട് ആ ഗിയറിന്റെ വേഗത്തിലേ ഇത് ഇറങ്ങുള്ളൂ. കണ്ട, വളവിനനുസരിച്ച് റോഡിൽ വണ്ടിയെ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുക. പോകുന്നു. ഇനി ഒരു സ്വല്പം വേഗത കൊടുത്തു തുടങ്ങിക്കേ. ഫസ്റ്റ് ഗിയറിന്റെ വേഗതയായില്ലേ? ആക്സിലേറ്റർ കുറച്ച്, ക്ലച്ച് മുഴുവൻ ചവിട്ടി സെക്കൻഡിലോട്ട് മാറിക്കൊള്ളു. സെക്കൻഡ് ന്യൂട്രല് ഈ അറ്റത്ത്. ക്ലച്ച് ഫ്രീ ആക്കി കൊടുക്കും. കുറച്ചായിട്ട്. വണ്ടി ഓടുന്നു എന്ന് തോന്നിയാൽ ബാക്കി ഫ്രീ ആക്കി കൊടുക്കും. സൈഡ് ശ്രദ്ധിക്കും. ഞാൻ പറയുന്നത് എന്തെങ്കിലും മാഡത്തിന് മനസ്സിലാവുന്നുണ്ടോ? വേഗത നിയന്ത്രിച്ചിട്ട് വണ്ടിയെ നിയന്ത്രിക്കും. ബ്രേക്കിൽ കാല് കൊണ്ടുപോവാം. അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാഡം കാല് കൊണ്ടുവന്ന് വെച്ചെന്ന് പറഞ്ഞ് ബ്രേക്കിൽ കൺട്രോൾ ആകൂല. എനിക്കും പേടി തോന്നരുത്. വണ്ടിയുടെ വേഗത കുറയണം. കാല് കൊണ്ടുവന്നാ വേഗത കുറയണം. എങ്കിലേ ഞാൻ റിലാക്സ് ആയിട്ട് ഇരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ടെൻഷൻ ആക്കും മാഡത്തിന്. വേഗത കുറയ്ക്കുമെന്ന് ഞാൻ പറയും. എന്തെങ്കിലും മാറ്റം ഉണ്ടോ സ്വയം? ഉറപ്പാണ്? ചുമ്മാ പറയുന്നതാണോ? വെറുതെ പറയരുത്. പേടി മാറിയില്ല. പേടി മാറി. ഇപ്പം പേടിയില്ല. ഇപ്പം പക്ഷേ ഉണ്ടല്ലോ, കൺട്രോൾ ചെയ്യുന്നില്ല. ഇപ്പൊ വണ്ടി എങ്ങോട്ട് പോകണം അതിനനുസരിച്ച് എങ്ങനെ ഒറ്റ തിരിയങ്ങ് തിരിച്ചു കളയും. അതാണ് പ്രശ്നം. ഒരുപാട് സാറ് കൊണ്ടുപോയി തന്നെ സാറുമായിട്ട് വഴക്കിടരുത്. വഴക്കിട്ട ഇതുപോലും ചെയ്യത്തില്ല അയാൾ.
മേഡം ഇത്രയും പോലും ചെയ്യത്തില്ല. സാറ് പതുക്കെ സൈലന്റ് ആയിട്ട് ചിലപ്പോ ഒന്നാമത്തെ ഗിയർ ചിലപ്പോ 10 കിലോമീറ്റർ ഒന്നാമത്തെ ഗിയർ ചിലപ്പോ 10 കിലോമീറ്റർ ആയിരിക്കും മേഡം ഓടിക്കുന്നത്. എങ്കിലും സാറ് മിണ്ടരുത്. ഒരു മില്ലി സെക്കൻഡിൽ വണ്ടി എങ്ങോട്ടെങ്കിലും ഒക്കെ മാറും. അത് പ്രിപ്പയർ ആയിട്ടിരിക്കണം. എങ്ങോട്ട് പോണെന്ന് കൃത്യമായിട്ട് സെൻസ് ചെയ്തിട്ട് നമ്മൾ അതിനെതിരെ ആക്കിക്കൊണ്ടിരിക്കണം. നോക്ക് കണ്ടാ, ഒരു മില്ലി സെക്കൻഡിൽ പോലും വണ്ടി നേരെ രാവിലെ ഒറ്റ മനുഷ്യൻ കാണിക്കില്ല അല്ലേ? ഇപ്പൊ തന്നെ മനുഷ്യനൊന്നുമില്ല. രാവിലെ ഒട്ടും ആള് കാണത്തില്ല. ഇതിനകത്ത് റിസ്ക് എന്താന്ന് വെച്ചാൽ സാറേ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആളെ. എപ്പ തിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രതീക്ഷിച്ചിരുന്നില്ല. കളിയാക്കിയതല്ല. ഇല്ല ഓടിപ്പിക്കും. സാറേ ഹോൺ അടിക്കാം. സാറേ എങ്ങോട്ടാ പോണേ? ലെഫ്റ്റ് പയ്യെ ഹോൺ അടിക്കും. ഇതാ മിററിൽ നമുക്ക് കാണാൻ ആരെങ്കിലും വന്നാ കണ്ടാ. പയ്യെ ടേൺ ചെയ്തു പോവാ. കയറ്റമല്ലേ ഇവിടെ, ആക്സിലേറ്റർ സപ്പോർട്ട് ചെയ്യും. കയറ്റമാണ്, നമുക്ക് ഇതേ ആക്സിലേറ്റർ വേണം. ലെവലി അങ്ങനെ ഇത്തിരി കൂടെ ആക്സിലേറ്റർ കൊടുത്താൽ കുറച്ചുകൂടെ കയറും. അതെ അതെ കണ്ടാ, ഒരു വിറവല് വണ്ടിക്ക് ഒരു വിറവല് വന്നതിനർത്ഥം അത് കയറാൻ പറ്റുന്നില്ലെന്നായിരുന്നു. അപ്പൊ ഇത്തിരി കൂടെ വേഗത കൊടുത്തേക്കണം. അല്ല ഇപ്പൊ ആക്സിലേറ്റർ ഒക്കെ ആള് ബാലൻസ് ആയി. പ്രശ്നം മറ്റേ സ്റ്റിയറിംഗിന്റെ ഇത് മാത്രം. അതെ, ദൂരെ ഒരു വലിയ വണ്ടി വന്നാലോ പിടുത്തം, ഭയങ്കര ഒരു പിടുത്തോ. ആദ്യമേ കുറഞ്ഞില്ല. ഞാൻ തുടങ്ങിയ സമയത്ത് ഈ ഹൈവേ കൂടെ മാത്രം ഓടിക്കാൻ ചോദിച്ചു. ഞാൻ വണ്ടി നിർത്തിയാച്ച് ഇറക്കി ചോദിച്ചിട്ടുണ്ട്. ചേട്ടൻ ഉണ്ടായപ്പോഴേ വണ്ടിയിലല്ല ഉണ്ടായത്. പിന്നെ എന്നെ ഒന്നുമില്ല, ഞാൻ നേരെ നിർത്തിയില്ല. ചേട്ടൻ ഉണ്ടായപ്പോഴേ വണ്ടിയിലാണ് പഠിക്കുന്നവരെ പഠിക്കുന്നത്. മേഡത്തിന് സ്വയമേ നിയന്ത്രിക്കാനുള്ള സമയം ആവശ്യമുണ്ട്. ഇനി ഒച്ച എഴയുന്ന പോലെ പോയാലും പിന്നെ നമുക്ക് കൺട്രോൾ എന്ത് ഇപ്പൊ തെങ്ങി കയറുന്നതിനാണെങ്കിലും എക്സ്പീരിയൻസ് വേണം. ഇവിടെ തന്നെ ഒരു മേഡമേ ഇങ്ങനെ വണ്ടി ഒന്ന് തട്ടിയായിരുന്നെന്നും പറഞ്ഞ ആദ്യം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു. അത് ശരിയാക്കിയിട്ടൊന്നും ഇല്ല, അങ്ങനെ കിടക്കുക, നിങ്ങൾ വന്ന് നോക്കാൻ പറഞ്ഞു. പയ്യെ ബ്രേക്കിലോ ഒരു മതില് പൊളിച്ചെന്ന് പറഞ്ഞു. മതിയാ. അപ്പൊ നമ്മൾ വിചാരിക്കാൻ എന്താ പറയാ, വണ്ടി തകർത്ത് വെച്ചിരിക്കുകയായിരിക്കും. ചെല്ലുമ്പോ ടാറ്റയുടെ പഞ്ചാണ്, മതിലില്ല. ടാറ്റയുടെ ബോണറ്റ് ഇച്ചിരി ചളങ്ങിയിട്ടുണ്ട്. അതാ ഒരു ക്വാളിറ്റിയാണ് വണ്ടി എപ്പോഴും. ബിൽഡ് ക്വാളിറ്റി ഭയങ്കര, പക്ഷെ ഇവരുടെ സർവീസ് ഭയങ്കര മോശമാണ്. അല്ല എല്ലാവരും തികഞ്ഞ് നമുക്ക് കിട്ടത്തില്ലല്ലോ. ടാറ്റയുടെ ബിൽഡ് ക്വാളിറ്റി ഭയങ്കര സൂപ്പർ. മാരുതി സർവീസ് കൊള്ളാം, സപ്പോർട്ട് ചെയ്യത്തില്ല. മേഡം വേഗത കുറച്ച് സ്വന്തമായിട്ട് ഈ വണ്ടിയെ നിയന്ത്രിക്കും. പിന്നെ മഹേന്ദ്ര എടുക്കണം. പല്ല് കടിക്കരുത്. കൊണ്ടുപോവാം. മഹേന്ദ്ര വണ്ടിയുടെ കുഴപ്പമെന്ന് വെച്ചാൽ സ്മൂത്തായില്ലേ, പക്ഷെ മുഖത്ത് ടെൻഷൻ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ഫ്രീ ആക്കണം. പിന്നെ ശ്രദ്ധിക്ക് പോസ്റ്റ് മാറത്തില്ല. ഇനിയിപ്പോ മഹേന്ദ്രയുടെ മറ്റേ ഇത് ഇറങ്ങുന്നുണ്ടല്ലോ, താറിന്റെ 5 ഡോർ. ഈ കയറ്റം കയറണമെങ്കിൽ ഒരു ചെറിയ സപ്പോർട്ട്. 2 ഡോർ ഇറങ്ങിയിട്ട് അത്രയും വിജയിച്ചു. 5 ഡോർ ഇറങ്ങി കഴിഞ്ഞാൽ ഇച്ചിരി ടോപ്പ് ആയിരിക്കും. മഹേന്ദ്രയുടെ പുതിയൊരു വണ്ടി ഇറങ്ങുന്നില്ല, താറിന്റെ 5 ഡോർ വരുന്നുണ്ട്. അല്ലാതെ ഈ നേരത്തെ പറയാം സ്കോർപിയോടെ മറ്റേ ഇതല്ലേ, അത് 700. വേഗത കുറച്ച് ബ്രേക്ക് കാല് കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്തിറങ്ങി. ഞാൻ സഹായിക്കത്തില്ല, വേഗത സ്വയമേ കുറയ്ക്ക്. എനിക്ക് പേടി തോന്നരുത്, ഞാൻ വേഗത കുറയ്ക്കെന്ന് പറയേണ്ടി വരരുത്. വണ്ടി വിറച്ചാ ക്ലച്ച് കൂടെ സപ്പോർട്ട് ചെയ്തോണം. അതിന്റെ കൂടെ നോക്ക് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, അതല്ല വണ്ടി എവിടെയാന്ന് നോക്ക്. അങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത് പോവാം. ലോറിയെ നോക്കുകയോ ചെയ്യരുത്. നോക്ക് സ്ഥലം ഉണ്ടല്ലോ, നമ്മൾ എങ്ങോട്ടാ മാറണ്ട. അങ്ങനെ എന്നിട്ട് നമുക്ക് ഇവിടെ നിൽക്കണം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടാ, ക്ലച്ച് മുഴുവനായിട്ട് ചവിട്ട്. പയ്യെ ബ്രേക്കിൽ ചെയ്ത് ക്ലച്ച് മുഴുവൻ ചവിട്ടി ബ്രേക്ക് ചെയ്ത് നിർത്ത്. നിന്നില്ല. അത്രയും ഹാർഡാക്കരുത്. ഏത് കയറിടണം ഇവിടുന്ന് പോകണമെങ്കിൽ. ക്ലച്ച് വിടരുത്, ക്ലച്ച് ചവിട്ടി പിടി. ന്യൂട്രലാദ്യമാക്കി സമാധാനമായിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ട്. ഒന്നുകൂടെ ന്യൂട്രലാക്കിക്കേ. ഫസ്റ്റ് ഗിയർ ഇട്ടേ. ഒന്നുകൂടെ ന്യൂട്രലാക്കിക്കേ. ഫസ്റ്റ് ഗിയർ ഇട്ട്. ഓക്കെ, ഈ കൈ ഒന്ന് ഉപേക്ഷിച്ചേക്ക്. ആ ഒരു കൈ കൊണ്ട് തിരിക്കാൻ പറ്റുമോ നോക്ക്. വിരല് അകത്ത് വയ്ക്കരുത്. എങ്ങനെയാ തിരിക്കുന്നതെന്ന് കണ്ടല്ലോ. ഒരു സാമ്പിൾ കാണിച്ചേ. തിരിക്കണ്ട, ഒരു സാമ്പിൾ കാണിച്ചാൽ മതി തന്നെ. കണ്ടല്ലോ, കൈ ഇങ്ങനെ വരരുത്. എങ്ങനെ വരും ഒന്നുകൂടെ കാണിച്ചേ. അതിന്റെ പൊക്കത്തൊന്ന് കറങ്ങി കാണിച്ചാൽ മതി. കണ്ടല്ലോ. അതെ അത് തന്നെ, നേരെയാക്കിയത്. ആ സമയം ബ്രേക്കിലെടുത്തോണം. അഥവാ തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ ബ്രേക്ക് ജാമാക്കി വണ്ടിയെ നിർത്തിക്കോണം അവിടെ. ഓക്കെ ആണ്, ടെൻഷൻ ആവരുത്. ക്ലച്ച് കുറച്ച് ഫ്രീ ആക്കിക്കാം മതി.
ബ്രേക്ക് ഒന്ന് ഫ്രീ ആക്കി കൊടുത്താൽ അപ്പൊ വണ്ടി പതിയെ ഉരുളും. ഇങ്ങോട്ടാ ഇത് പോകുന്നതെന്ന് നോക്കിയാൽ ഈ കൈ ഒഴിവാക്കിയത് പതിയെ പതിയെ പതി ഇങ്ങനെ ഉരുണ്ടാ മതി. സ്പീഡ് കൂടുമ്പോൾ വീണ്ടും ബ്രേക്കിൽ കുറയ്ക്കും. അങ്ങനെ വീണ്ടും ഉരുളാൻ സമ്മതിക്കും. കുറച്ച് എണ്ണി തിരിഞ്ഞാൽ മതി നമുക്ക്. വീണ്ടും ബ്രേക്കിൽ വാ നിർത്തി കൊടുക്കും. വീണ്ടും നിർത്തി കൊടുക്കും. പിന്നെയും പതിയെ ഉരുളാൻ സമ്മതിക്കും. വീണ്ടും നിർത്തി കൊടുക്ക്. നിർത്ത്. എന്തിനാണെന്നറിയാം, ആദ്യത്തെ ഇടി നമുക്ക് റൈറ്റിൽ നിന്ന് വരും. അവിടെ വണ്ടി ഉണ്ടോ എന്ന് നോക്കണം. അവിടെ ഫ്രീ ആയാലും മാത്രമേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? ബ്രേക്ക് ഇത്തിരി ഫ്രീ ആക്ക്. ഇനി ഇവിടെ മുന്നിൽ നോക്ക്. കുറച്ചായിട്ട് തിരിച്ചു കൊണ്ടുപോവാം. തിരിയട്ടെ. മതി. വെയിറ്റ്. തിരിഞ്ഞു വരുന്നത് നോക്ക്. വന്നില്ലേ? കുറച്ച് ലെവൽ ചെയ്തേ. കുറച്ചായിട്ട് അങ്ങനെ പതിയെ. ധൃതി ഒന്നും വേണ്ട. ധൃതി അത്ര വേണ്ട. ഈ കൈ ഒഴിവാക്കിയത് സമയം എടുക്കും. ക്ലച്ച് ഇത്തിരി ഫ്രീ ആക്കി ലെവൽ ചെയ്ത് കൊണ്ടുവന്ന് എങ്ങോട്ടാ? ഈ കൈ വേണ്ട. ലെവൽ ചെയ്യും. മതി. ചുമ്മാ എടുത്ത് കറക്കരുത്. വീണ്ടും കൈ പഴയ സ്ഥലത്ത് കൊണ്ടുപോകും. സ്റ്റിയറിംഗ് വേണ്ട, കൈ മാത്രം. ഓക്കെ. ടേണിംഗ് ആണല്ലോ, ഈ കൈ ഒഴിവാക്ക്. ധൃതി പിടിച്ച് മുഴുവൻ എടുത്ത് തിരിക്കരുത്. ഇവിടെ ശ്രദ്ധിക്കും. ബ്രേക്ക് കാലുപോയി. സമയം എടുത്ത് പതിയെ തിരിഞ്ഞു വന്നാൽ മതി. പതിയെ. കൂടുതൽ തിരികരുത്. ഇവിടെ ശ്രദ്ധിക്കും. അത്രയും പോരെ? കുറച്ച് ഇങ്ങോട്ടല്ലേ വരാനുള്ള. കുറച്ചായിട്ട് അത്ര വേണം. അങ്ങനെ ശ്രദ്ധിക്കുക. വണ്ടി എങ്ങോട്ടാ പോകുന്നതെന്ന്. കൈ മാറ്റി പിടിച്ചു വന്നിട്ട് ആവശ്യം കഴിയുമ്പോൾ കൈ വീണ്ടും മാറ്റി എടുക്കും. ഇല്ല, ഒരു കൈ കൊണ്ടും തിരിക്കാൻ പറ്റുമെന്ന് മനസ്സിലായോ? പക്ഷെ ബലം പിടിക്കുന്നുണ്ട് ശരിക്കും. മുഖമെല്ലാം അങ്ങോട്ട് മാറും ഈ സ്റ്റിയറിംഗ് തിരിക്കാൻ പോകും. മുഖത്തിന്റെ ഇതെല്ലാം എക്സ്പ്രഷൻ മാറുന്നുണ്ട്. സത്യമാ, മുഖം മാറും. ഇപ്പൊ ഇങ്ങനെയല്ലേ ഇരിക്കുന്നേ ആള്. ഒരു വണ്ടി എതിരെ വരുമ്പോഴും എക്സ്പ്രഷൻ മാറും. അതിന് പേടി വരുന്നതാ. കണ്ണുമൊക്കെ ഉള്ളു. മതിയാ. ഞാൻ അത്ര ശ്രദ്ധിച്ചെന്ന് മനസ്സിലായ. ഞാൻ മാഡത്തിനെ ശ്രദ്ധിക്കുന്നുണ്ട്, വണ്ടിയും നോക്കുന്നുണ്ട്. ഞാൻ അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരേ സമയത്ത്. മതിയാ. സൈഡ് ശ്രദ്ധിക്കും. സമയമെടുത്തു എത്ര വേണേലും. ബ്രേക്കിൽ നമുക്ക്